ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗമിച്ചപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അകലം ഇല്ലാതെയായി. നമുക്ക് ഒരാളോട് സംസാരിക്കണം എന്ന് തോന്നിയാൽ ആ വ്യക്തി ലോകത്തിൻ്റെ ഏതറ്റത്താണ് എങ്കിൽ ഒരു ഫോൺ കോൾ മാത്രം മതി. നമുക്ക് ഒരാളെ കാണണം എന്ന് തോന്നിയാൽ ഒരു വീഡിയോ കോൾ മതി. എന്തിനധികം പറയുന്നു, കോവിഡ് കാലത്ത് ലോകം അടച്ചുപൂട്ടിയപ്പോൾ പോലും നമുക്ക് വേണ്ടപ്പെട്ടവരുമായി നാം നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ മനുഷ്യർ തമ്മിലുള്ള ദൂരവും അകലവും ഇല്ലാതായപ്പോൾ ജീവിതത്തിൻ്റെ തിരക്കുകൾ വർദ്ധിച്ചു. നമ്മളെല്ലാവരും അതിവേഗ ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും കാത്തിരിക്കാൻ നമുക്കിന്ന് സമയമില്ല. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ത് എന്ന ചോദ്യത്തിന് സമയം എന്നത് തന്നെയാണ് ഉത്തരം. ആ ഉത്തരം മുന്നിൽ നിൽക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സജീവമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ. നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തു ആഗ്രഹിക്കുന്ന ഇടത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് എത്തിക്കും എന്നതാണ് ഇത്തരം സേവന ഉൽപ്പന്ന ദാതാക്കളുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം. അത് ഒരുപക്ഷെ കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാകാം, പഴം പച്ചക്കറി പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ആകാം. അതോടൊപ്പം നമുക്കൊരു ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാൽ കൈ കഴുകി മേശയ്ക്ക് മുന്നിൽ എത്തുമ്പോഴേക്കും ആ ഭക്ഷണ വസ്തു വിതരണം ചെയ്തിരിക്കും. ഇതൊക്കെയാണ് ഇത്തരം കമ്പനികളുടെ പ്രധാനപ്പെട്ട പരസ്യ വാഗ്ദാനങ്ങൾ. എന്നാൽ ഇത്തരം വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വേണ്ടി പാടുപെടുന്ന ഒരു വിഭാഗം ഉണ്ട്. അത് ഡെലിവറി ചെയ്യുന്ന ജീവനക്കാർ ആണ്. വളരെ തിരക്ക് പിടിച്ച വീഥികളിലൂടെ അവർ മരണപ്പാച്ചിൽ നടത്തിയാണ് ഈ ഉൽപ്പന്നങ്ങൾ നിശ്ചിത സമയത്ത് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് പലപ്പോഴും അപകടത്തിന് വഴിയൊരുക്കാറുമുണ്ട്. ഇപ്പോഴിതാ അത്തരം മരണപ്പാച്ചിലിന് മൂക്കുകയർ ഇടുകയാണ് കേന്ദ്ര സർക്കാർ. 10 മിനിറ്റിനുള്ളിൽ ഡെലിവറി എന്ന ഉറപ്പ് ഒരു പരസ്യത്തിലും പാടില്ല എന്നും അത്തരം വാഗ്ദാനങ്ങൾ നൽകരുത് എന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ മറ്റ് ദാതാക്കളുമായി, സേവനദാതാക്കളുമായി, ഓൺലൈൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിൽ ആണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ആ വലിയ തീരുമാനത്തിന് കയ്യടി നൽകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ത്, ഏറ്റവും വിലപിടിപ്പുള്ളതെന്ത് എന്നതിൻ്റെ ഉത്തരം സമയമാണ് എന്ന്. എന്നാൽ അതിനേക്കാൾ വിലപിടിപ്പുള്ള ഒന്നാണ് ജീവൻ.